അപ്പം എഡ്യൂക്കേറ്റഡ് ആകുമ്പം കുറച്ചും കൂടെ സെക്യുലർ ആവും, കുറച്ചും കൂടെ മോഡേൺ ആവും എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ മോഡേൺ ഒക്കെ ആവുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തീവ്രമായ വർഗീയതയും പൊളിറ്റിക്കൽ ഇസ്ലാം വേറൊരു ലെവലിലാണ് ഓപ്പറേറ്റ്. ആ ഒരു സംഭവമാണ്. ഈ പ്രോസസ്സിനെ നമ്മൾ ആരും കാണുന്നില്ല. അത് കാണാതെ അതിനെതിരിൽ വരുന്ന ഇത്തരം റിയാക്ഷൻസും സ്റ്റേറ്റ്മെന്റും മാത്രമാണ് മീഡിയ ഫോക്കസ് ചെയ്യുക. അപ്പൊ പക്ഷെ എന്നാൽ ഗ്രൗണ്ടിൽ എന്താണ്? ഗ്രൗണ്ടിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ പ്രോസസ്സ് വളരെ എവിഡന്റ് ആയിരിക്കും. അപ്പൊ അവർ അതിന്റെ റിയാക്ഷൻ അവിടെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്ത്. അപ്പൊ മീഡിയക്ക് ഇതൊരിക്കലും കാണാൻ പറ്റില്ല. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴേക്കും ഇത് കാണാം. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഭയങ്കരമായിട്ടുള്ള മുസ്ലിം കൺസോൾട്ടേഷൻ വന്നു. അതെന്താ? ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രോസസ്സ് വരുന്നതുകൊണ്ടാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടായില്ല. പക്ഷെ ഇനി അടുത്ത തന്നെ അസംബ്ലി ഇലക്ഷൻ ഒരു പക്ഷേ ഈ ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ വന്നേക്കാം. കാരണം ഇപ്പോൾ ആളുകൾ റിയലൈസ് ചെയ്തു ഇങ്ങനൊരു പ്രോസസ്സ് വരുന്നുണ്ട്, ഇത് മീഡിയ അഡ്രസ് ചെയ്യാത്തതുകൊണ്ടാണ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഒരു പക്ഷേ കേരളത്തിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ BJP അവിടെ ഒരു ഫോഴ്സ് ആണ്. BJP ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ആക്സെപ്റ്റബിൾ ആയിട്ട് വരുന്ന സബ് പോലൊക്കെയുള്ള 2020 പോലെയുള്ള സംഘടനകളുമായിട്ട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു ഒരു ചേഞ്ച് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചു, കേരളത്തിലെ BJP ചോദിച്ചു കഴിഞ്ഞാല് എനിക്കൊന്ന് UDF-ന്റെ വോട്ടായിരിക്കും അത് കൂടുതലായിട്ട് കട്ട് ചെയ്യുക LDF-നേക്കാളും. കാരണം LDF-ന് അത് കുറച്ചും കൂടെ സോളിഡ് ആയിട്ടുള്ള വോട്ടാണ് അവരുടെ. കാരണം കുറച്ച് കാഡർ സെറ്റപ്പിൽ പോകുന്നത്. മാത്രമല്ല ഈ സാബുനി പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് സെറ്റപ്പ് ആണ്. സാബുന് കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയുമ്പോൾ ഒരു കുറച്ചൊരു ലെഫ്റ്റ് മൈൻഡഡ് ആയി ചിന്തിക്കുന്ന ആളുകൾക്ക് അതൊക്കെ പ്രശ്നമായിരിക്കും. എന്നാൽ UDF മൈൻഡ് ആയിക്കൊണ്ട് ചിന്തിക്കുന്ന കുറച്ചുകൂടി ക്യാപിറ്റലിസ്റ്റ് മൈൻഡോടുകൂടി ചിന്തിക്കുന്നവർ അതൊരു പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് UDF ബേസ് എന്നുള്ള വോട്ടായിരിക്കും ഇത് കട്ട. ഇപ്പൊ ക്രിസ്ത്യൻ വോട്ട് പോവുകയാണെങ്കിലും നേരത്തെ ക്രിസ്ത്യൻസ് എല്ലാ സൈഡ് UDF-ന്റെ കൂടെയാണ് മെജോറിറ്റി ക്രിസ്ത്യൻസ് നിൽക്കുന്നത്. അപ്പൊ ആ വോട്ടുകളൊക്കെ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ട് തന്നെ ഈ ഒരു നേരത്തെ തന്നെ ക്രിസ്ത്യൻസ് BJP-യോട് അടുക്കുന്നു എന്ന രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കേരളത്തിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ആ രീതിക്ക് നോക്കുമ്പോൾ എനിക്കൊന്ന് UDF-ന്റെ വോട്ടൊക്കെ അത് കൂടുതൽ കട്ട് ചെയ്യുക LDF-നേക്കാളും എന്നാണ്. എന്നാൽ LDF-നും ഒരു ചെറിയൊരു ശതമാനം വോട്ട് അങ്ങോട്ട് മാറാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളത്തിലെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ ഗ്രോത്ത് എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ പല മുസ്ലിം ക്ലർജീസിനും മറ്റുള്ള ആൾക്കാർക്കും, പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ ലീഡേഴ്സിനും മറ്റുള്ളവർക്കും ഇത് ഫോർകാസ്റ്റ് ചെയ്തിരുന്ന അവർ മനസ്സിലാക്കണ്ടായോ ഒരു കൗണ്ടർ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, അതവരെ ബാധിക്കും? എന്തുകൊണ്ട് അവരിത് മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഇവർ പാലസ്തീനല്ല പിന്തുണ കൊടുത്തത്, ഹമാസിനാണ് പിന്തുണ കൊടുത്തത്? അങ്ങനെ പോകുമ്പോൾ മറ്റുള്ള കമ്മ്യൂണിറ്റി നേരിട്ട് പോയി ഇസ്രായേലിന് പിന്തുണ സിയോണിസ്റ്റ് രീതിയിലോട്ട് അവരും ചിന്തിക്കും. അപ്പം ഈ കിഴങ്ങന്മാർക്ക് ഇത് അറിയത്തില്ലായിരുന്നു എന്തുകൊണ്ട് ഇത് അങ്ങനെ പോയി കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാകും.